ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം. പാണ്ഡവർക്ക് കിട്ടിയ ഭിക്ഷ. അർജുനൻ ലക്ഷ്യം ഭേദിച്ചതിൽ കോപിഷ്ഠന്മാരായ രാജാക്കന്മാർ ഇവരോട് എതിരിടാൻ വന്ന സമയത്ത് ഭീമനും അർജുനനും കൂടി എതിരിടാൻ വരികയാണ്. അങ്ങനെ സമയത്ത് അവിടെ നടന്ന ഭയങ്കര പോരാട്ടം. അപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ വന്നിട്ട് അതിൽ ഇടപെടുകയാണ്. ഈ വിവാഹം ധർമാനുസൃതമായിട്ടുള്ളത് തന്നെയാണ്, ഇതിൽ യാതൊരു തെറ്റുമില്ല. ദ്രൗപദി ബ്രാഹ്മണ യുവാവിൻ്റെ പത്നിയായിരിക്കുന്നു. അങ്ങനെ എല്ലാവരെയും ചണ്ടയിൽ നിന്നും പിന്തിരിപ്പിച്ചു ഭഗവാൻ. രാജാക്കന്മാർ പോരിൽ നിന്നും പിന്മാറി എന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. ഇനി ബാക്കിയുള്ള ഭാഗം നോക്കാം. കുന്തിദേവിയെ തനിച്ചാക്കിയിട്ടാണ് പാണ്ഡവന്മാർ ഭിക്ഷ വാങ്ങാനും സ്വയംവരം കാണുന്നതിനുമായി കാലത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. സമയം വൈകിയിട്ടും അവർ മടങ്ങിയെത്താത്തതിൽ കുണ്ഠിതയായ കുന്തിക്ക് രാത്രിയായിട്ടും ഉറക്കം വന്നില്ല. അവർ വിഷാദത്തോടെ വീട്ടിലിരിക്കുമ്പോൾ പാണ്ഡവന്മാർ ദ്രൗപദിയുമൊത്ത് പുറത്തെത്തി. അവർ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പായി തന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് ഭിക്ഷ കിട്ടി. അകത്തിരുന്ന കുന്തി ഇത് കേട്ടപ്പോൾ ഭിക്ഷ എന്താണ് എന്നറിയാതെ പറഞ്ഞു, മക്കളെ, നിങ്ങൾ എല്ലാവരും ചേർന്ന് അനുഭവിച്ചു കൊള്ളുക. കുന്തി പുറത്തേക്കിറങ്ങി വന്നപ്പോഴാണ് ദ്രൗപദിയെ കണ്ടതും അവളാണ് അവർക്ക് കിട്ടിയ ഭിക്ഷയെന്നും അറിഞ്ഞത്. താൻ പറഞ്ഞ് തെറ്റിപ്പോയല്ലോ എന്നവർ വിചാരിച്ചു. കുന്തി പാഞ്ചാലിയെ കൈക്ക് പിടിച്ച് വീട്ടിനുള്ളിലേക്ക് കയറ്റി. പാഞ്ചാലി സന്തോഷിച്ചു. കുന്തി ധർമ്മപുത്രരെ മാറ്റി നിർത്തി അദ്ദേഹത്തോടായിട്ട് പറഞ്ഞു, ഭിക്ഷ എന്താണ് എന്നറിയാതെ എല്ലാവരും കൂടി അനുഭവിച്ചു കൊള്ളുക എന്ന് ഞാൻ പറഞ്ഞു പോയി. എങ്ങനെയാണ് ഒരുപോലെ 5 പേരും കൂടി ഭാര്യയാക്കുന്നത്? അത് ധർമ്മത്തിന് ചേർന്നതാണോ? അതുകൊണ്ട് നീ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കണം. എൻ്റെ വാക്കുകൾ അസത്യമായി വരികയും വരുത്. ധർമ്മപുത്രർ ആലോചിച്ചു. അദ്ദേഹം അർജുനനെ വിളിച്ചു പറഞ്ഞു, നീയാണ് ദ്രൗപദിയെ നേടിയത്, അതുകൊണ്ട് നീ തന്നെ അവളെ കല്യാണം കഴിക്കുക. അർജുനന് ജ്യേഷ്ഠൻ്റെ നിർദ്ദേശം സ്വീകാര്യമായില്ല. അമ്മ പറഞ്ഞത് പാലിക്കണം എന്നായിരുന്നു ആ മാതൃവത്സലൻ്റെ അഭിപ്രായം. അവസാനം ധർമ്മപുത്രൻ അർജുനൻ്റെ അഭിപ്രായത്തിന് വഴങ്ങി. അവരെല്ലാവരും കൂടി ദ്രൗപദിയെ പാണിഗ്രഹണം ചെയ്യാൻ തീരുമാനിച്ചു. ദ്രൗപദിയെയും കൊണ്ടുപോയ പാണ്ഡവന്മാരുടെ പിന്നാലെ ദൃഷ്ടദ്യുമ്നൻ അവരറിയാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. പാണ്ഡവന്മാർ കുശവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ദൃഷ്ടദ്യുമ്നൻ ഒളിഞ്ഞു നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിച്ചു. അതിൽ നിന്നും ഇവർ ബ്രാഹ്മണരല്ല എന്നും ക്ഷത്രിയരാണെന്നും മനസ്സിലായി. അദ്ദേഹം കൊട്ടാരത്തിൽ മടങ്ങിയെത്തി ദ്രുപദനെ വിവരം അറിയിച്ചു. അടുത്ത ദിവസം ദ്രുപദൻ ഒരു പുരോഹിതനെയും ദൂതനെയും പാണ്ഡവന്മാരുടെ അടുക്കിലേക്ക് അയച്ച് അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അവർ പൊന്താമര പൂക്കൾ പതിച്ച രഥത്തിൽ കയറി പാഞ്ചാല രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. പാഞ്ചാലിയുടെ കയ്യും പിടിച്ച് കുന്തി ദ്രുപദൻ്റെ അന്തഃപുരത്തിലേക്ക് കടന്നു. അന്തഃപുര സ്ത്രീകൾ ആദരവോടെ കുന്തിദേവിയെ വന്ദിച്ചു. പാണ്ഡവന്മാരും രാജോചിതമായ പ്രൗഢിയോടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അവരെ കണ്ടവരെല്ലാം അവരുടെ ആകാര സുഷമയിലും പ്രഭാവത്തിലും ആകൃഷ്ടരായി. തങ്ങൾ ആരാണ് എന്നുള്ള യഥാർത്ഥ വിവരം യുധിഷ്ഠിരൻ ദ്രുപദനെ അറിയിച്ചു. ദ്രുപദനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കൃഷ്ണയെ അർജുനന് നൽകി അയാളെ ജാമാതാവാക്കാമെന്നുള്ള തൻ്റെ ആഗ്രഹം സഫലമായത് കണ്ടപ്പോൾ ദ്രുപദൻ ആനന്ദസാഗരത്തിൽ ആറാടി. നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കുന്നതിന് എല്ലാ സഹായവും നൽകുമെന്ന് ദ്രുപദൻ ഉറപ്പു നൽകി. അനന്തരം വിവാഹകാര്യത്തെപ്പറ്റി ആലോചിച്ച് ദ്രുപദൻ പറഞ്ഞു, ഒരു ശുഭമുഹൂർത്തത്തിൽ അർജുനൻ ദ്രൗപദിയെ വിവാഹം കഴിക്കട്ടെ. യുധിഷ്ഠിരൻ, രാജാവേ, ഞാൻ അവിവാഹിതനാണ്, എനിക്കും ഒരു വിവാഹം ആവശ്യമാണ്. ദ്രുപദൻ, അതിനെന്താ, എൻ്റെ പുത്രിയെ വിവാഹം ചെയ്താലും മതി. യുധിഷ്ഠിരൻ, ഞങ്ങൾ 5 പേർക്കും കൃഷ്ണ ഒരുപോലെ പത്നിയായിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഈ നിശ്ചയം ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അഗ്നിസാക്ഷിയായി ഞങ്ങളുടെ എല്ലാവരുടെയും കരം അവൾ ഗ്രഹിക്കണം. ദ്രുപദൻ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ എന്താണ് പറയുന്നത്? ഒരുത്തിന് പല ഭാര്യമാരാകാമെന്ന് വിധിച്ചിട്ടുണ്ട്, എന്നാൽ ഒരുത്തിക്ക് പല ഭർത്താക്കന്മാരാകാമെന്ന് ഒരിടത്തും വിധിച്ചിട്ടില്ല. ധർമാത്മാവായ ഭഗവാൻ അധർമ്മം ചെയ്യാനാണോ ഭാവം? യുധിഷ്ഠിരൻ, ധർമ്മത്തിൻ്റെ രൂപം വളരെ ഗൂഢമാണ്. ഞങ്ങളുടെ അമ്മയുടെ വാക്ക് ഞങ്ങൾക്ക് പാലിക്കണം. അത് ഞങ്ങളുടെ ധർമ്മമാണ്. ഭഗവാൻ ലേശവും സംശയിക്കേണ്ട. ദ്രുപദൻ ആകെ കുഴങ്ങി. എന്തു ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരു രൂപവും ഇല്ലാതായി. അപ്പോൾ യാദൃച്ഛികമായി വേദവ്യാസൻ അവിടെ എത്തി. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചു, ആദരിച്ചു, പൂജിച്ച് സ്വീകരിച്ചു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ദ്രുപദൻ കൃഷ്ണയുടെ വിവാഹകാര്യം മഹർഷിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ചോദിച്ചു, പലർക്കും കൂടി ഒരു പത്നി എന്നുള്ളത് ധർമാനുസൃതമാണോ? ഭഗവാൻ ചിന്തിച്ച് പറഞ്ഞാലും. വ്യാസൻ, കുലാചാരത്തിനും ശാസ്ത്ര നിയമത്തിനും നിരക്കാത്തൊരു പ്രമേയമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ്രുപദൻ,
പലർക്കും കൂടി ഒരുവൾ പത്നിയാകാൻ പാടില്ല. യോഗ്യന്മാരാരും അങ്ങനെ ചെയ്തിട്ടില്ല. ആകയാൽ പൂർവാചാരവും കാണുന്നില്ല. വിദ്വജനങ്ങൾ ഒരിക്കലും അധർമ്മം ചെയ്യരുത്. ഇത് അധർമ്മമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ദൃഷ്ടദ്യുമ്നൻ: അനുജൻ ജ്യേഷ്ഠൻ്റെ ഭാര്യ അമ്മയെപ്പോലെ കാണണം എന്നല്ലേ വിധി? അപ്പോൾ 5 സഹോദരന്മാർക്ക് ഒരുവൾ എങ്ങനെ പത്നിയാകും? ധർമ്മപുത്രൻ: ഗൗതമ വംശത്തിൽപ്പെട്ട ധർമ്മിഷ്ഠയായ ജഡില 7 മുനിമുഖ്യന്മാരുടെ പത്നിയായിരുന്നതായി പുരാണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ മുനിജ എന്ന സ്ത്രീ ഹൃദയദസ്സുകൾ എന്നറിയപ്പെടുന്ന 10 സഹോദരന്മാരുടെ ഭാര്യയായിരുന്നു എന്നും പുരാണം പറയുന്നു. ഗുരുവിൻ്റെ വാക്കുകൾ ഏറ്റവും ധർമ്മമാണ്. ഗുരുക്കളിൽ വലിയ ഗുരു അമ്മയാണ്. ഭിക്ഷ കിട്ടിയത് എല്ലാവരും കൂടി അനുഭവിക്കാനാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ വാക്ക് പാലിക്കുന്നത് ധർമ്മമാണെന്ന് ഞാൻ കരുതുന്നു. ദ്രൗപദിയുടെ പൂർവ്വജന്മ വൃത്താന്തം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ വ്യാസൻ പറഞ്ഞു: ദ്രുപദ, നീ ഇക്കാര്യത്തിൽ വിഷമിക്കേണ്ട. ദ്രൗപദിയുടെ കാര്യം ഭഗവാൻ പരമേശ്വരൻ നേരത്തെ തീരുമാനിച്ചതാണ്. അവളുടെ കർമ്മഫലം കൊണ്ട് അവൾ 5 പേരുടെ ഭാര്യയായിരിക്കേണ്ടി വന്നതാണ്. ഇതിൽ അധർമ്മമൊന്നുമില്ല. വരൂ, അകത്തേക്ക് പോകാം. വിശദ വിവരങ്ങൾ നിന്നോട് പറയാം. വ്യാസൻ ദ്രുപദനെയും കൂട്ടി അകത്തേക്ക് പോയി. ഉപവിഷ്ടനായ ശേഷം വ്യാസൻ പറഞ്ഞു: മഹാരാജാവേ, പാഞ്ചാലിയുടെ പൂർവ്വജന്മ വൃത്താന്തം കേട്ടാലും. മൗഗല്യൻ എന്നൊരു മുനിശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. വൃദ്ധനായ അദ്ദേഹം ജരാനരം ബാധിച്ച് എല്ലും തോലുമായ ഒരു വികൃതരൂപിയായിരുന്നു. മുൻകോപിയായ അദ്ദേഹത്തിന് കുഷ്ഠരോഗവും ഉണ്ടായിരുന്നു. വ്രണം കൊണ്ട് മൂടിയിരുന്ന ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ചലവും ചോരയും ഒഴുകിയിരുന്നു. നളായിനി എന്നൊരു ഉത്തമ സ്ത്രീയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. മുമ്പ് പലപ്പോഴും എപ്പോഴും ഭാര്യയോട് കോപിക്കുകയും ചിലപ്പോൾ അവരെ തല്ലുകയും ചെയ്തിരുന്നു. എന്നിട്ടും നളായിനിക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തിന് കുറവുണ്ടായില്ല. അവൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചും അദ്ദേഹത്തിൻ്റെ അഭിമതത്തെ ആദരിച്ചും അദ്ദേഹത്തിൻ്റെ കൂടെ കഴിച്ചുകൂട്ടി. ഒരു ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുനിയുടെ ഒരു വിരലിലറ്റ് ചോറിൽ വീണു. ഒന്നും സംഭവിക്കാത്ത മട്ട് ആ വിരൽ എടുത്തു കളഞ്ഞിട്ട് നളായിനി മുനിയുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചു. അത് കഴിഞ്ഞ് മുനിയുടെ കാലുകൾ തടവുന്നതിന് അവൾ മുനിയുടെ അടുത്തെത്തി. മുനി അവളോട് പറഞ്ഞു: പ്രിയേ, ഞാൻ കേവലം കുഷ്ഠരോഗിയോ വൃദ്ധനോ അല്ല. നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്രകാരമൊക്കെ ചെയ്തതാണ്. നിന്നെപ്പോലെ പതിവ്രതയായ ഒരു സ്ത്രീ ഈ ലോകത്തിൽ വേറെ ഇല്ല. നിനക്ക് എപ്രകാരം രമിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അപ്രകാരം രമിപ്പിക്കുവാൻ എനിക്ക് കഴിയും. നിന്നിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അത് ഞാൻ തരാം. തികച്ചും അപ്രതീക്ഷിതമായി ഇപ്രകാരം മുനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നളായിനിക്ക് സംഭ്രമമാണ് ഉണ്ടായത്. എന്താണ് ചോദിക്കേണ്ടതെന്നും പ്രത്യേകമായി ഉറപ്പിക്കാതെ അവൾ ദ്രുതഗതിയിൽ പറഞ്ഞു: പഞ്ചബാണതുല്യന്മാരായ 5 രൂപങ്ങളിൽ അങ്ങ് എന്നെ രമിപ്പിക്കണം. മുനി അതനുസരിച്ച് 5 രൂപങ്ങൾ കൈക്കൊണ്ടു. നളായിനിയോടൊപ്പം രമിച്ചു. അവർ നദീതടങ്ങളിലും പർവ്വതപ്രദേശങ്ങളിലും രമ്യഹർമ്മ്യങ്ങളിലും പുഷ്കരണിയിലും മറ്റും സഞ്ചരിച്ച് കാമകേളികളാടി. അവർ ദേവലോകത്തു പോയി താമസിച്ച് ആനന്ദിച്ചു. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മൗൽഗല്യന് കാമസുഖങ്ങളിൽ വിരക്തി വന്നു. അദ്ദേഹം വീണ്ടും സന്യസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നളായിനി അപ്പോഴും ലൗകിക സുഖങ്ങളിൽ തൽപരയായിരുന്നു. അവൾ മുനിയുടെ തീരുമാനം ഇളക്കാൻ ശ്രമിച്ചു. തന്നെ വിട്ടുപോകരുത് എന്ന് മുനിയോട് അപേക്ഷിച്ചു. മുനി പറഞ്ഞു: നീ എൻ്റെ തപസ്സിന് വിഘ്നം വരുത്താൻ ആഗ്രഹിച്ച് ശരിയല്ല. ഞാൻ തപസ്സിന് പോകാൻ ഉറച്ചു കഴിഞ്ഞു. നിന്റെ ചിന്ത ഇപ്പോഴും ഭൗതിക ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ വീണ്ടും ഒരു ജന്മമെടുത്ത് ആഗ്രഹനിവൃത്തി വരുത്തുക. ഞാൻ പോകുന്നു. മുനി അവളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. നളായിനി കൈലാസത്തിലെത്തി പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. രുദ്രൻ ചോദിച്ചു: ഞാൻ നിന്നിൽ പ്രീതയായിരിക്കുന്നു. എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? നളായിനി വെപ്രാളത്തോടെ പറഞ്ഞു: ഭർത്താരം ദേഹി, ഭർത്താവിനെ തരിക. ഭർത്താരം ദേഹി, ഭർത്താരം ദേഹി, ഭർത്താരം ദേഹി, ഭർത്താരം ദേഹി. ശിവനെ അവളെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു: അങ്ങനെ തന്നെ ആവട്ടെ. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടാവട്ടെ. ഇത് കേട്ടപ്പോൾ നളായിനി ഞെട്ടി. 5 ഭർത്താക്കന്മാരോ? അവൾ പറഞ്ഞു: പ്രഭോ, എനിക്ക് സൽഗുണസമ്പന്നനായ ഒരു ഭർത്താവ് മതി. ചന്ദ്രശേഖരൻ പറഞ്ഞു: നീ എന്നോട് 5 പ്രാവശ്യം ഭർത്താരം ദേഹി, അതായത് ഭർത്താവിനെ തരിക എന്ന് അപേക്ഷിച്ചു. അതങ്ങനെ തന്നെ വരും. അടുത്ത ജന്മത്തിൽ നീ ദ്രുപദ രാജാവിൻ്റെ പുത്രിയായിട്ട് ജനിക്കും. നിനക്ക് 5 ഭർത്താക്കന്മാരും ഉണ്ടാകും. വ്യാസൻ തുടർന്നു: അല്ലയോ ദ്രുപദ, ആ നളായിനിയാണ് നിന്റെ പുത്രിയായി ജനിച്ചിരിക്കുന്ന കൃഷ്ണ. അവൾ ദേവകാര്യാർത്ഥം ജനിച്ചവളാണ്. കർമ്മയോഗത്താൽ ദ്രൗപദി 5 പേർക്കും ഭാര്യയാവുന്നു. ഇത്രയും കേട്ടപ്പോൾ ധ്രുവന്റെ സംശയങ്ങൾ തീർന്നു. അദ്ദേഹം പറഞ്ഞു: വിധിയുടെ കെട്ടുപൊട്ടിക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ. സ്വകർമ്മം കൊണ്ട് ദൈവഹിതത്തിൻ്റെ ഗതി മാറ്റുവാൻ കഴിയുമോ? രുദ്രൻ കൽപ്പിച്ചത് അനുസരിക്കാം. വ്യാസനും ദ്രുപദനും പുറത്തു വന്നു. ദ്രുപദൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു: എൻ്റെ സംശയങ്ങൾ വ്യാസഭഗവാൻ പരിഹരിച്ചിരിക്കുന്നു.
ദ്രൗപദിയുടെ പാണിഗ്രഹണം ഉടനെ തന്നെ നടത്താം. 5 പേരും കൃഷ്ണയുടെ കരം ഗ്രഹിക്കട്ടെ. കല്യാണത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. ദ്രുപദൻ്റെ പ്രഭാവത്തെയും പ്രൗഢിയെയും വിളിച്ചറിയിക്കുന്ന വിധത്തിൽ ഗംഭീരമായിരുന്നു ഏർപ്പാടുകളെല്ലാം. ഓരോ ദിവസമായി ഓരോരുത്തർ ദ്രൗപദിയെ പണിഗ്രഹണം ചെയ്തു. ധൗമ്യ മഹർഷിയുടെ പൗരോഹിത്യത്തിലാണ് എല്ലാം നടന്നത്. പരമശിവന്റെ അനുഗ്രഹം കൊണ്ട് ഓരോ വിവാഹരാത്രിക്ക് ശേഷവും ദ്രൗപദി വീണ്ടും കന്യകയായി. പാണ്ഡവന്മാർക്ക് വൈഡൂര്യം പതിച്ച സ്വർണ്ണാഭരണങ്ങളും വിലയേറിയ മറ്റു പല വസ്തുക്കളും ശ്രീകൃഷ്ണൻ വിവാഹ സമ്മാനമായി അയച്ചു കൊടുത്തു. വിവാഹത്തിന് ശേഷം പാണ്ഡവന്മാർ രാജകുമാരന്മാരായി തന്നെ പാഞ്ചാല രാജ്യത്ത് കുറേ നാൾ സസുഖം കാണും. ഇനി രാജ്യലബ്ധി എന്ന ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.